എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട്. സെക്ഷൻ കൺട്രോളർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരളത്തിലും ഒഴിവുണ്ട്. തസ്തിക എന്താണെന്നും ഡീറ്റെയിൽസും ഒക്കെ നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് RRB ആണ് ഇപ്പോൾ സെക്ഷൻ കൺട്രോളർ തസ്തികയിലേക്ക് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 14 സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. വേക്കൻസിയൊക്കെ നോക്കാം. തസ്തികയുടെ പേര് സെക്ഷൻ കൺട്രോളർ. ശമ്പളം ലെവൽ 6 ആണ്. തുടക്ക ശമ്പളം 35,400 രൂപയാണ്. പ്രായപരിധി 20 തൊട്ട് 33 വരെ. ആകെ വേക്കൻസി 119 ആണ്. SC, ST, OBC, നോൺ ക്രിമിലിയർ, EWS ആൻഡ് എക്സ് സർവീസ്മെൻ കാറ്റഗറിക്ക് റിസർവേഷനുണ്ട്. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം. ഫൈനൽ ഇയർ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ആപ്ലിക്കൻസിന് വാലിഡായിട്ട് മൊബൈൽ നമ്പരും പേഴ്സണൽ ഇമെയിൽ IDയും ഉണ്ടായിരിക്കണം. ഒരു കാൻഡിഡേറ്റിന് ഒരു RRBയിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. പ്രായപരിധി നമ്മൾ പറഞ്ഞു 20 തൊട്ട് 33 വരെയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ അൺറിസർവ്ഡ് ആൻഡ് EWS കാറ്റഗറി ആണെങ്കിൽ 2/7/1993 ശേഷം ജനിച്ചവരായിരിക്കണം. OBC നോൺ ക്രിമിലിയർ ആണെങ്കിൽ 2/7/1990 ശേഷം ജനിച്ചവരായിരിക്കണം. SC, ST ആണെങ്കിൽ 2/7/1988 ശേഷം ജനിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ 1/7/2006 ആണ് അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത്. അതിനകത്ത് ആയിരിക്കണം. അത് കഴിഞ്ഞ് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. OBCക്ക് 3 വയസ്സിൻ്റെയും SC, STക്ക് 5 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. അതുപോലെ തന്നെ എക്സ് സർവീസ്മെൻ കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട്. PWBDക്കും പ്രായത്തിൽ ഇളവുണ്ട്. ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് ഈ തസ്തികയിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. ഇനി വേക്കൻസി നോക്കുകയാണെങ്കിൽ വിവിധ RRBകളിലാണ് വേക്കൻസി ഉള്ളത്. കേരളത്തിൽ തിരുവനന്തപുരത്ത് വേക്കൻസി ഉണ്ട്. ടോട്ടൽ 119 വേക്കൻസിയിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത്. ഇനി എക്സാമിനേഷൻ ഫീസ് ഉണ്ട്. ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മെൻ, SC, ST, EWS കാറ്റഗറി അതുപോലെ തന്നെ PWBD കാറ്റഗറി ആണെങ്കിൽ 250 രൂപയാണ് എക്സാം ഫീസ് വരുന്നത്. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 250 രൂപയും റീഫണ്ട് കിട്ടുന്നതായിരിക്കും. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 500 രൂപയാണ് എക്സാം ഫീസ് വരുന്നത്. എക്സാം അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 400 രൂപയും റീഫണ്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ്. നിങ്ങളുടെ ആധാർ നമ്പറുമായിട്ട് സീഡഡ് ആയിട്ടുള്ള അക്കൗണ്ടിലായിരിക്കും റീഫണ്ട് വരുന്നത്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷനുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ വരുന്നത് 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സിലബസ് കൊടുത്തിട്ടുണ്ട്. അനലിറ്റിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ ക്യാപ്പബിലിറ്റി, ലോജിക്കൽ ക്യാപ്പബിലിറ്റി, മെൻ്റൽ റീസണിങ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസും കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. പിന്നീട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനുണ്ട്. നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും വെരിഫൈ ചെയ്യുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് അതാത് RRBയുടെ വെബ്സൈറ്റ് വഴിയാണ്. ഇപ്പോൾ തിരുവനന്തപുരം RRBയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതാണ് സൈറ്റ് www.rrbtiruvananthapuram.gov.in. ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അത് ഫില്ല് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്.
എക്സാം മീഡിയം മലയാളത്തിലുമുണ്ട്, മലയാളത്തിലും പരീക്ഷ എഴുതാവുന്നതാണ്. ഇനി നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇനി SC/ST കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് പോകാനായിട്ട് ഫ്രീ ട്രെയിൻ ട്രാവൽ പാസ് വേണമെന്നുണ്ടെങ്കിൽ SC/ST സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്, എഡിറ്റ് ചെയ്യാവുന്നതാണ്. 250 രൂപയാണ് മോഡിഫിക്കേഷൻ ഫീസ് വരുന്നത്. ഈ ഫീസ് അടച്ചുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. എക്സാമിൻ്റെ കോൾ ലെറ്റർ RRBയുടെ സൈറ്റിലായിരിക്കും വരുന്നത്. അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇൻറ്റിമേഷൻ നിങ്ങളെ SMS വഴിയോ മെയിൽ വഴിയോ അറിയിക്കുന്നതായിരിക്കും. എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ കോൾ ലെറ്ററും ഒറിജിനൽ ഫോട്ടോ ID പ്രൂഫും നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും കൂടെ കൊണ്ടുപോകണം. 2 മാസത്തിനകം എടുത്തിട്ടുള്ളതായിരിക്കണം. ഇനി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനലും 2 സെറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകുന്നതിന് മുമ്പ് ഈ പോർട്ടലിൽ കയറി നിങ്ങളുടെ ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെയും കളറിലുള്ള സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇതാണ് സൈറ്റ് oir.ir.gov.in/rrbdv. ഈ വെബ്സൈറ്റിലാണ് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. എന്നിട്ടാണ് നിങ്ങൾ DVക്ക്, അതായത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകേണ്ടത്. ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. SC/ST, OBC. ഇതേ ഫോർമാറ്റ് അനുസരിച്ചാണ് നിങ്ങൾ ഓരോ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഗൂഗിൾ എടുത്തിട്ട് rrbapply.gov.in എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത്. നിങ്ങളിവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ലോഗിൻ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള 3 ആപ്ലിക്കേഷൻസ് ആണ്. ഇതിൽ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സെക്ഷൻ കൺട്രോളറാണ്. സെക്ഷൻ കൺട്രോളറിന് നേരെയായിട്ട് അപ്ലൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. അവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് ആദ്യമേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ സെക്ഷൻ കൺട്രോളർ തസ്തികയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ഥിരജോലിയാണ്, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.